എല്ലാവർക്കും നമസ്കാരം. പട്ടണക്കാട് ഗവൺമെൻറ് HSSലെ ബീന ടീച്ചർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ദയാൽ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ പഞ്ചായത്താണ് എൻ്റെ വീട്. എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഓസോൺ പാളി ദിനത്തെപ്പറ്റി ഒന്ന് സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓസോൺ പാളിയിലുണ്ടാകുന്ന ദ്വാരം, അതിനെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ആ ദ്വാരം എങ്ങനെ ഉണ്ടായി, എന്താണ് അതിൻ്റെ പ്രത്യാഘാതം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓസോൺ പാളി എന്ന് പറഞ്ഞാൽ അത് ഭൂമിയുടെ ഒരു കുടയാണ്. സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ നമുക്ക് ഭൂമിയിൽ പതിച്ചാൽ ഇവിടെ ഒരു ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും ജീവിക്കാനാവില്ല. ഇവിടെ ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും ജീവിക്കാൻ അനുയോജ്യമായ ഒരു സാഹചര്യം ഒരുക്കി തന്നിരിക്കുന്നത് ഈ ഓസോൺ പാളിയാണ്. ഓസോൺ പാളി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ തന്നെയാണ്. ഓക്സിജൻ തന്മാത്രകളുടെ ഒരു 3 എണ്ണം ഒരുമിച്ച് ചേർന്നാൽ ഓസോൺ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ 2 തന്മാത്രകൾ ചേർന്നാൽ ഓക്സിജൻ. അപ്പോൾ ആരായിരിക്കും ഇതുണ്ടാക്കണേ? ഈ ഓസോൺ പാളി ഉണ്ടാക്കുന്നത് ആരാണ്? ഓക്സിജൻ 3 തന്മാത്ര ചേർന്നാൽ ഓസോൺ ആകുമെങ്കിൽ ഓക്സിജനിൽ നിന്നാണ് ഓസോൺ ഉണ്ടാകേണ്ടത്. അത് സസ്യജാലങ്ങളാണ് ഉണ്ടാക്കുക. അപ്പോൾ സസ്യജാലങ്ങൾ ആവശ്യത്തിന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓക്സിജൻ പുറത്തേക്ക് വിടും. ഈ ഓക്സിജൻ മേലോട്ട് പോയി ഭൂമിക്കൊരു കുടയായിട്ട് ഓസോണായിട്ട് നിൽക്കും. അത് നമ്മൾ അൾട്രാവയലറ്റ് രശ്മികൾ ഉള്ളിലേക്ക് വരാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ തന്നിരിക്കുന്നു, ഭൂമിയെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ന് ഓസോൺ പാളിക്ക് ദൂരം വീണിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ പാളി തിന്നായി, കനം കുറഞ്ഞു. ചില ഭാഗങ്ങളിൽ ദൂരം വന്നിരിക്കുന്നു. സൂര്യരശ്മി ഉള്ളിലേക്ക് വരുന്നു. അൾട്രാവയലറ്റ് രശ്മിയോടൊപ്പമുള്ള സൂര്യരശ്മി ഉള്ളിലേക്ക് വന്നിട്ട് നമുക്ക് വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം അറിയേണ്ടത് ആരാണ് ഈ ഓസോൺ പാളിക്ക് ദൂരം ഉണ്ടാക്കിയെന്നുള്ളതാണ്. ഓസോൺ പാളിക്ക് ദൂരം ഉണ്ടാക്കിയതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസാണ്. ഇൻഡസ്ട്രീസ് ഫാക്ടറികളിൽ നിന്നും പുറത്തേക്ക് വിടുന്ന പുക, അത് ഒന്നാം പ്രതി. അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ കണ്ടൻ്റുള്ള വളരെയധികം പൊള്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇൻഡസ്ട്രി. മറ്റൊന്ന് AC-യിൽ നിന്നും പുറത്തേക്ക് വിടുന്നത്, ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് വിടുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന കെമിക്കൽ പുകകൾ, വെളിയിലേക്ക് വിടുന്ന മാലിന്യങ്ങളാണ് ഇതിന് ദൂരം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനെന്താ സൊല്യൂഷൻ? ഈ ഇൻഡസ്ട്രികളെല്ലാം തന്നെ നമ്മളുടെ സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വികസന പദ്ധതികളാണ്. അപ്പോൾ നമുക്കൊരു പുത്തൻ വികസന പദ്ധതിയെപ്പറ്റി ചിന്തിക്കേണ്ട സമയമാണ്. അതായത് പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത പുത്തൻ സാങ്കേതിക വിദ്യകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. കുട്ടികൾ അതാണ് ഇനി ചെയ്യേണ്ടത്. വളരെയധികം പുതിയ ടെക്നോളജികൾ, അതായത് പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത ടെക്നോളജികൾ. ഇപ്പോൾ വാഹനങ്ങൾ പുറത്തേക്ക് വിടുന്ന പുക ഓസോൺ പാളിക്ക് ദോഷമാണ്. പക്ഷേ വാഹനത്തിനൊരു പുതിയ ഇന്ധനം കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഡീസലും പെട്രോളും കത്തിയാലുണ്ടാകുന്ന പുകയാണ് ദോഷകാരികൾ. എന്നാൽ നമുക്ക് സോളാർ സെല്ല് വെച്ച് ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഇറക്കാം. ഇസ്രയേലിൽ പുതിയ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള സോളാർ സെല്ലുകൾ ഇറക്കിക്കഴിഞ്ഞു. ഒരു മൊബൈൽ ഫോണിൻ്റെ മാത്രം വലിപ്പമുള്ള സോളാർ സെല്ല് കാറിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ധനവും വേണ്ട, അതിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി കൊണ്ട് കാർ ഓടിക്കാം. ഇപ്പോൾ ഒരു പുത്തൻ ടെക്നോളജി വന്നിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജികൾ ഉണ്ടാക്കിയാൽ അത് ഒഴിവാക്കും. അതേമാതിരി തന്നെ ഒരുപാട് ടെക്നോളജികൾ വെട്ടമുണ്ടാക്കാനായിട്ട് മിന്നാമിനിങ്ങിനെ അനുകരിച്ച് നമുക്ക് വെട്ടമുണ്ടാക്കാൻ പറ്റും. ഇടിമിന്നലിനെ അനുകരിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനത്തെ പുത്തൻ പ്രകൃതി നിയമാനുസൃതമായ ടെക്നോളജികൾ വികസിച്ച് വന്നാൽ നമുക്ക് ഈ പൊള്യൂഷൻസ് എല്ലാം ഒഴിവാക്കാം. അപ്പോൾ അതൊന്നും ഒരു മാർഗ്ഗമാണ്. പിന്നെ ഓസോൺ ഉണ്ടാകാൻ എന്താ ചെയ്യുക? സസ്യജാലങ്ങൾ നടുക. പരമാവധി സസ്യജാലങ്ങൾ നട്ട് സൂര്യപ്രകാശത്തെ പാഴാക്കാത്ത വിധം സസ്യജാലങ്ങൾ നടണം. അതായത് ഒരു രശ്മി പോലും ഒരു പച്ചലയിലല്ലാതെ വേറെ ഒരു പ്രതലത്തിലും വീഴാത്ത വിധം സസ്യജാലങ്ങളെ കൊണ്ട് നിറക്കണം നമ്മളുടെ ഭൂമി. അതായത് ഭക്ഷണം വിളയുന്ന ഒരു കാട്. ഈ ഓസോൺ പാളി ദൂരം ഉണ്ടായി കാലാവസ്ഥാ വ്യതിയാനം വരും. കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു, സുനാമി വന്നിരിക്കുന്നു, പിന്നെ മേഘവിസ്ഫോടനങ്ങൾ കേരളത്തിലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം കഴിഞ്ഞിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. ടെമ്പറേച്ചർ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അതായത് ആഗോള താപനം കൂടിക്കൊണ്ടേയിരിക്കുന്നു. മഞ്ഞുമലകൾ ഉരുകിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞുമലകൾ ഉരുകിയാൽ കടലിലെ ജലനിരപ്പ് ഒരു 3 മീറ്റർ വരെ ഉയരും. 3 മീറ്റർ ഉയറിക്കഴിഞ്ഞാൽ ആലപ്പുഴ പോലെയുള്ള തീരദേശ പ്രദേശങ്ങളിൽ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാനാവില്ല. ഉപ്പുവെള്ളം കയറും ഇങ്ങോട്ട്, ഇവിടെ കടലായി മാറും. ഈ അവസ്ഥ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യണം. ഓസോൺ പാളിക്ക് ദോരമുണ്ടാവരുത്. ഗംഗ, അതായത് ഹിമാലയത്തിലെ മഞ്ഞുരുകിക്കഴിഞ്ഞാൽ ഗംഗ വറ്റും. സരസ്വതി നമുക്ക് വറ്റിക്കഴിഞ്ഞു, സരസ്വതി ഇല്ല ഇപ്പോൾ. ഗംഗയും വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയില്ല. അതാണ് നമ്മളുടെ അവസ്ഥ. അതോടൊപ്പം തന്നെ വലിയൊരു പ്രത്യാഘാതം നമ്മളിൽ സംഭവിക്കാൻ പോകുന്നത്, ടെമ്പറേച്ചർ റൈസ് കഴിഞ്ഞാൽ, ഒരു നിശ്ചിത ടെമ്പറേച്ചറിന് മേളിലായി കഴിഞ്ഞാൽ നമ്മുടെ പച്ചപ്പുകളെല്ലാം മരത്തിൽ നിന്ന് കരിയായി പോകും, കരിഞ്ഞു പോകും. അതിൻ്റെ പച്ച പോയി കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ സസ്യജാലങ്ങളെ പെരുക്കണം. ഇതിന് നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നടുക എന്നുള്ളതാണ്. ചെടികൾ നടുക, നടുക, നടുക. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനാവാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓസോൺ പാളി ഒരു ദിനം ഒരു സൂചന തരുന്ന മാത്രമേ ഉള്ളൂ. ഓസോൺ ദിനം എന്ന് പറഞ്ഞിട്ട് ഒരു സൂചന തന്നിരിക്കുന്നതെന്നേ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു ദിനമല്ല, 365 ദിവസവും പരിസ്ഥിതി സംരക്ഷണ ദിനമായി നമ്മൾ ആചരിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ, ഇന്ന് കൊറോണ വന്നിരിക്കുന്നു. കൊറോണ ടെമ്പറേച്ചർ കൂടിയാൽ കൊറോണ വരും, ഓക്സിജൻ്റെ തോത് കുറഞ്ഞാൽ കൊറോണ വരും. ഇതിന് രണ്ടിനും പരിഹാരം മരങ്ങൾ നടലാണ്. ഓസോൺ പാളിയുടെ ദൂരം കുറക്കണമെങ്കിൽ മരങ്ങൾ നടിയിലാണ്. ടെമ്പറേച്ചർ റൈസ് ചെയ്യാതിരിക്കണമെങ്കിൽ മരങ്ങൾ നടിയിലാണ്. കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിലും മരങ്ങൾ നടിയിലാണ്. മരങ്ങൾ 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 നടുക. ഭക്ഷണം വിളയുന്ന ഒരു കാട് നമുക്കുണ്ടാക്കാൻ കഴിയുമോ? ഉണ്ടാക്കാൻ സാധ്യമാണ്. ഭക്ഷണം വിളയുന്നൊരു കാട്, അതായത് ആ കാട്ടിൽ നിന്നും ഭക്ഷണം സ്വാഭാവികമായി ഒഴുകി വരണം. ആ കാട്ടിൽ നിന്നും നീരുറവയും ഉണ്ടാവണം. ഇത് നമുക്ക് സാധ്യമാണ്. ഇപ്പോൾ ഇവിടെ നടന്ന ഈ മുഹമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണം ഇതാണ്. ഭക്ഷണം വിളയുന്നൊരു കാട്. ആ പ്രദേശത്ത് 1.5 ഏക്കറാണിത്. ഈ 1.5 ഏക്കറിൽ വീഴുന്ന സൂര്യപ്രകാശം താഴെ വീഴാത്ത വിധം നമുക്ക് വേണ്ട ഭക്ഷണം കിട്ടുന്ന മരങ്ങളെ കൊണ്ട് നിറയ്ക്കുക, കാടുണ്ടാക്കുക. സ്വാഭാവികമായി വളരുന്ന സസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാട് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭക്ഷണം വിളയുന്ന കാടുണ്ടാക്കാം. ഈ ഭക്ഷണം വിളയുന്ന കാട്ടിൽ നിന്നും ചേർത്തല പോലെയുള്ള ചൊരിമണലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒരു കോടമഞ്ഞ്, വയനാടൻ മഞ്ഞ് പോലെയുള്ള ഒരു കോടമഞ്ഞ് കൂടി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കാലാവസ്ഥ നമ്മളുടെ നിയന്ത്രണത്തിലാണ്. നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് മുഴുവൻ നമുക്ക് തിരിച്ചു പിടിക്കാം. ഇനി യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഒരു മനസ്സ്, സസ്യങ്ങൾ നടണം. അത് നമ്മളുടെ ധർമ്മമാണ്, സ്വധർമ്മം. സീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നത് നമ്മുടെ സ്വധർമ്മമാണ്. ആ ധർമ്മം നമ്മൾ എന്നും നിറവേറ്റിക്കൊണ്ടിരിക്കണം. ഒരു ദിവസത്തേക്കുള്ളതല്ല പരിസ്ഥിതി സംരക്ഷണം. 365 ദിവസവും 365 ദിവസവും എല്ലാവരുടെയും ദിനങ്ങൾ പരിസ്ഥിതി ദിനങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.